ഹരി ഓം. 103 സ്തുതി ആദിത്യവ്യൂഹവർണ്ണന. ഇത് ഭാഗവതത്തിൽ 12 സ്കന്ധം 11 അധ്യായം 4 മുതൽ 50 വരെ ശ്ലോകങ്ങൾ. വൈഷ്ണവ വിഭൂതികളെക്കുറിച്ചും ഭഗവാന്റെ ആയുധങ്ങളെയും ഭൂഷണങ്ങളും ഏതേത് തത്വമാണ് പ്രദർശിപ്പിക്കുന്നത് എന്ന് ശൗനകാദികൾ ചോദിച്ചതിന് സൂതൻ ഉത്തരം പറയുന്നു. മഹാവിഷ്ണുവാണ് സൃഷ്ടിയാരംഭത്തിൽ വിരാട് പുരുഷനായി അവതരിച്ചത്. ആ വിരാട് പുരുഷൻ്റെ ശരീരമാണ് 14 ലോകങ്ങൾ. ഇവിടെയുള്ള ഓരോന്നും ആ വിരാട് പുരുഷൻ്റെ ഓരോ അംഗമാണ്. വനമാല മായ തന്നെയാകുന്നു. പീതാംബരം വേദം, പ്രണവം തന്നെ പൂണുനൂൽ. ഭഗവാന്റെ കിരീടം ബ്രഹ്മലോകമാണ്. പ്രാണൻ ഗത, ജലം ശംഖ്, തേജസ് സുദർശനം, സത്വഗുണം താമരയുമാകുന്നു. ഇവയുടെ എല്ലാം തത്വം ശരിയായി അറിഞ്ഞ് ഉപാസിക്കുന്നതിനെ അധ്യാത്മോപാസന എന്ന് പറയും. ഈ ഭഗവാനിൽ നിന്ന് വേറിട്ട് യാതൊന്നുമില്ല. ഇതറിഞ്ഞാൽ തന്നെ ബ്രഹ്മരൂപത്തെ ശരിയായി അറിയാൻ കഴിയും. വൈഷ്ണവന്മാർ മഹാവിഷ്ണുവിനെ 4 സ്വരൂപത്തിൽ സങ്കൽപ്പിച്ച് ആരാധിക്കുന്നു. സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് ഇവയ്ക്ക് പേർ. ഈ ഉപാസനയ്ക്ക് ചതുർവ്യൂഹ ഉപാസന എന്നാണ് പറയുന്നത്. വിരാട് പുരുഷ ഉപാസനയും ചതുർവ്യൂഹ ഉപാസനയും നിഷ്ഠയോടെ ചെയ്യുന്നവർ ക്രമേണ സംസാരമുക്തന്മാരായി പരമപദത്തിൽ എത്തും. സ്തുതി കേൾക്കാം. സൂത ഉവാച നമസ്കൃത്യ ഗുരൂൻ വക്ഷ്യേ വിഭൂതിർവൈഷ്ണവീരപി യാ പ്രോക്ത വേദതന്ത്രാഭ്യാം ആചാര്യൈ പത്മജാദിഭിഃ മായാദ്യൈർനവഭിസ്തത്വൈ സവികാരമയോ വിരാട് നിർമ്മിതോ ദൃശ്യത്തെ യത്ര സചിത്കേ ഭുവനത്രയം ഏതദ്വൈ പൗരുഷം രൂപം ഭൂപാദോദ്യൗ ശിരോ നഭഃ നാഭിഃ സൂര്യോക്ഷിണീനാസേ വായുകർണോ ദിശ പ്രഭോ പ്രജാപതി പ്രജനനം അപാനോ മൃത്യുരീശിതോ തദ്ബാഹവോ ലോകപാല മനശ്ചന്ദ്രോ ഭ്രുവോ യമഃ ലജ്ജോത്തരോധരോ ലോഭോ ദന്താജ്യോത്സ്നാസ്മയോ ഭ്രമഃ രോമാണി ഭൂരുഹാ ഭൂമ്നോ മേഘാ പുരുഷമൂർധജ യാവാനയം വൈ പുരുഷോ യാവത്യാ സംസ്ഥയാമിത താവാനസാവപി മഹാപുരുഷോ ലോകസംസ്ഥയാ കൗസ്തുഭവ്യപദേശേന സ്വാത്മജ്യോതിർബിഭത്യജ തത്പ്രഭാവ്യാപിനി സാക്ഷാത് ശ്രീവത്സമുരസാ വിഭും സ്വമായാം വനമാലാഖ്യാം നാനാഗുണമയീം ദദത് വാസച്ഛന്തോമയം പീതം ബ്രഹ്മസൂത്രം ത്രിവൃസ്വരം വിഭർത്തി സാഖ്യം യോഗം ച ദേവോ മകരകുണ്ഡലേ മൗലീം പദം പാരമേഷ്ട്യം സർവലോകഭയാങ്കര അവ്യാകൃതമനന്താഖ്യം ആസനം യദധിഷ്ഠിത ധർമ്മജ്ഞാനാദിഭിർയുക്തം സത്വം പദ്മമിഹോച്യതേ ഓജസ്സഹോ ബലയുതം മുഖ്യതത്വം ഗദാം ദധത് അപാം തത്വം ദരവരം തേജസ്തത്വം സുദർശനം
നഭോനിഭം നഭസ്തത്വമസിം ചർമ്മതമോമയം കാലരൂപം ധനുശാർങ്ങം തഥാ കർമ്മമയേഷുധി ഇന്ദ്രിയാണി ശരാനാഹോ വാഗൂദീരസ്യ സ്യന്തനം തന്മാത്രാണ്യാസ്യഭിവക്തിം മുദ്രയാർത്ഥ ക്രിയാത്മതാം മണ്ഡലം ദേവയജനം ദീക്ഷാ സംസ്കാരമാത്മനഃ പരിചര്യാ ഭഗവത ആത്മനോ ദുരിതക്ഷയഃ ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാ കമലമുദ്വഹൻ ധർമ്മം യശശ്ച ഭഗവാശ്ചാമരവ്യജനേ ഭജത് ആദപത്രന്തു വൈകുണ്ഠം ദ്വിജാധാമാ കുതോ ഭയം ത്രിവദ്വേദ സുവർണാഖ്യോ യജ്ഞം വഹതി പുരുഷം അനപായിനി ഭഗവതി ശ്രീ സാക്ഷാദാത്മനോ ഹരേ വിശ്വക്സേനസ്തന്ത്രമൂർത്തേ വിദിത പാർഷദാധിപ നന്ദാദയോഷ്ടോദ്വസ്താശ്ചാതേ അണിമാദ്യാ ഹരേർഗുണാഃ വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന പുരുഷസ്വയം അനിരുദ്ധ ഇതി ബ്രഹ്മൻ മൂർത്തിവ്യൂഹോഭിധീയതേ സ വിശ്വൈസ്തൈജസ പ്രാജ്ഞസ്തുരീയ ഇതി വൃത്തിഭിः അർത്ഥേന്ദ്രിയാശയാജ്ഞാനൈർഭഗവാൻ പരിഭാവൃത്തെ അംഗോപാംഗായുധാ കൽപ്പൈ ഭഗവാസ്തച്ചതുഷ്ടയാ വിഭർത്തി സ്മ ചതുർമൂർത്തിർഭഗവാൻ ഹരിരീശ്വര ദ്വിചർഷഭസയേഷ ബ്രഹ്മയോനിസ്വയം ദൃക് സ്വമഹിമ പരിപൂർണോ മായയാ ച സ്വയൈതത് സൃജതി ഹരതി പാദീത്യാഖ്യായാനാവൃതാക്ഷോ വിവൃതൈവ നിരുക്തസ്തത്പരൈരാത്മലഭ്യ ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണിഷഭാവനിദൃക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോപവനിതാവൃജഭൃത്യഗീതതീർത്ഥശ്രവശ്രവണമംഗള പാഹി ഭൃത്യാൻ യൈദം കല്യ ഉത്ഥായ മഹാപുരുഷലക്ഷണം തച്ചിത്തപ്രയതോ ജപ്ത്വാ ബ്രഹ്മവേദഗുഹാശയം ശൗനക ഉവാച ശുകോ യദാഹ ഭഗവാൻ വിഷ്ണുരാധായ ശൃണ്വത്തെ സൗരോ ഗണോ മാസി മാസി നാനാവസതി സപ്തക തേഷാം നാമാനി കർമാണി സംയുക്താനാമധീശ്വരേ ബ്രൂഹിന ശ്രദ്ധധാനാനാം വ്യൂഹം സൂര്യാത്മനോ ഹരേഃ. ഈ ജഗത്തിൽ സദാ ചൂടും പ്രകാശവും തന്നുകൊണ്ടിരിക്കുന്ന സൂര്യനെ ഉപാസിച്ചാലും ശ്രീഹരിയെ ഉപാസിച്ചാലത്ത ഫലം കൈവരും. സൂര്യന് ചരാചര പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്. സൂര്യ ആത്മാ ജഗസ്തസ്തുഷശ്ച എന്ന് ഋഗ്വേദ സംഹിതയിൽ കാണുന്നു. സൂര്യൻ ശ്രീഹരിയിൽ നിന്ന് അന്യനല്ല തന്നെ. സൂര്യനാണ് കാലവിഭാഗത്തെ ഉണ്ടാക്കുന്നത്. 6 ഗണങ്ങളോടു കൂടിയാണ് സൂര്യൻ്റെ യാത്ര. അപ്സരസ്, രാക്ഷസൻ, നാഗം, യക്ഷൻ, ഋഷി, ഗന്ധർവൻ ഇവരാണ് 6 ഗണങ്ങൾ. സൂര്യൻ ഒന്ന് തന്നെ എങ്കിലും 12 മാസങ്ങളിൽ 12 പേരിലാണ് അറിയപ്പെടുന്നത്. ഭഗവാന്റെ യോഗമായയാൽ കാലം, ദേശം, ക്രിയ, കർത്താവ്, കരണം, കാര്യം, ആഗമം, ദ്രവ്യം, ഫലം ഇങ്ങനെ 9 പറയുന്നു. കാലമൂർത്തിയായ ഭഗവാൻ 12 വിഭിന്ന ഗണങ്ങളോടുകൂടി 12 മാസങ്ങളിൽ സഞ്ചരിക്കുന്നു. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, മാഘം, ഫാൽഗുനം, മാർഗശീർഷം, പുഷ്യമാസം, അശ്വിനമാസം, കാർത്തിക മാസം ഇവയാണ് 12 മാസങ്ങൾ. 6 ഗുണങ്ങളോടുകൂടി നിരന്തരം യാത്ര തുടരുകയാണ് സൂര്യൻ. ഈ യാത്രയിൽ 6 ഗണങ്ങൾക്കും സ്വകീയമായ പങ്ക് വഹിക്കാനുണ്ട്. അപ്സരസ്സുകൾ സൂര്യനു മുമ്പിൽ നൃത്തം വയ്ക്കുന്നു. രാക്ഷസന്മാർ തേരിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. നാഗങ്ങൾ തേർക്കോപ്പുകളെ മുറുക്കിക്കെട്ടുന്നു. യക്ഷന്മാർ
കോപ്പുകളെ യഥാർഹം സംയോജിപ്പിക്കുന്നു. ഋഷിമാർ 60,000 ബാലഖില്യന്മാർ എപ്പോഴും സൂര്യനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗന്ധർവന്മാർ ഉറക്കെ പാട്ടുപാടുന്നു. ഇപ്രകാരമുള്ള സൂര്യാത്മാവായ മഹാവിഷ്ണുവിനെ വൈദികങ്ങളും താന്ത്രികങ്ങളുമായ മാർഗങ്ങൾ കൈക്കൊണ്ട് ആരുപാസിക്കുന്നുവോ അവർക്ക് സംസാര താപങ്ങളെ അതിജീവിക്കാൻ കഴിയും. ഓം നമോ ഭഗവതേ വാസുദേവായ.